എനിക്ക് നൽകിയ വചനത്തിലേക്ക് തന്നെ നമുക്ക് ഒന്ന് തിരിയാം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 42-ാം വാക്യം. ഞാൻ ഇവിടെ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. താങ്ക് യു ബിജു. ഞാൻ ആ വാക്യം ഒന്ന് പറയാം. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ആ വാക്യം ഒന്ന് പറയണം. അതൊരു റീമയായി നമ്മുടെ ഹൃദയത്തിൽ ഇടപെട്ടുകൊള്ളും. ചേർന്നൊന്ന് പറയണം. ഞാനത് പറയാം. അവർ, കുറെ കൂടെ ശബ്ദത്തിൽ, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. പെന്തക്കോസ്ത് നാളിലാണ് കർത്താവിൻ്റെ തിരുസഭ ഇവിടെ പിറന്നു വീഴുന്നത്. പെന്തക്കോസ്ത് നാൾ എന്ന് പറയുമ്പോൾ 50-ാം നാൾ, നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ 50-ാം നാൾ, കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം 10 ദിവസം കഴിഞ്ഞപ്പോൾ ഉണ്ടായ 50-ാം നാൾ. അന്നാണ് ക്രിസ്തുവിൻ്റെ സഭ ഭൂമിയിൽ പിറന്നു വീഴുന്നത്. മൊറിയാക്കുന്നിൽ യെരൂശലേം ദേവാലയം സെരുബാബേലിന്റെ കാലം മുതൽ അതിനെ പണിത് ഹെരോദാവിന്റെ കാലത്ത് അതിനെ മോടി പിടിച്ച മനോഹരമായ ദേവാലയം യെരൂശലേമിലെ മൊറിയാക്കുന്നിൽ ഉയർന്നു നിൽക്കുകയാണ്. അവിടെ അഹരോന്യ പൗരോഹിത്യത്തിലുള്ള ആ പാരമ്പര്യത്തിലുള്ള ശുശ്രൂഷകൾ നടത്തുകയാണ്. ആലയത്തിലാണ് യേശുവിനെ സമർപ്പിച്ചത്. ആ പള്ളിയിലെ ഇടവകങ്ങളായിരുന്നു പത്രോസും യോഹന്നാനും യേശുവിൻ്റെ അമ്മ മറിയുമെല്ലാം. ആ പള്ളിയിൽ പെന്തക്കോസ്ത് പെരുന്നാളിനു വേണ്ടി ലോകമെമ്പാടുമുള്ള ജൂതന്മാരും അവിടെയുള്ള ജൂതന്മാരും ഒന്നിച്ചു കൂടിയിരിക്കുന്ന വേളയിൽ അതേ പള്ളിയിലെ ഇടവകങ്ങളായിരുന്ന പത്രോസും യോഹന്നാനും തോമസും യേശുവിൻ്റെ അമ്മ മറിയ ഉൾപ്പെടെയുള്ള ആൾക്കാർ അടുത്തൊരു കുന്നില്, സിയോൻ കുന്നില്, മർക്കോസിന്റെ വീട്ടില് പ്രാർത്ഥനാ നിരതരായിരിക്കുകയാണ്. ഏകദേശം 10 ദിവസത്തോളം അവരോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. പ്രാർത്ഥനയ്ക്ക് ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ. നാം ഇവിടെ കേട്ടതുപോലെ ഒരു കാറ്റടിക്കണം, പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനം ഉണ്ടാകണം. ഞങ്ങൾക്ക് ചെയ്യുവാൻ കഴിയാത്തത്, മതത്തിന് ചെയ്യുവാൻ കഴിയാത്തത്, കർത്താവെ നീ ചെയ്യുവാൻ ഒരു കാറ്റയക്കണം, ഒരു ശക്തി പകരണം. ആ വാഗ്ദത്തത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. 1-ാം ദിവസം ഒന്നും ഉണ്ടായില്ല, 2-ാം ദിവസം ഒന്നും ഉണ്ടായില്ല, 3-ാം ദിവസം ഒന്നും ഉണ്ടായില്ല, 4, 5, 6, 7, 8, 9 ദിവസങ്ങളും കടന്നുപോയി, ഒന്നും ഉണ്ടായില്ല. പക്ഷെ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനായിരുന്നു. 10-ാം ദിവസമോടെ ചില കാര്യങ്ങൾ നടന്നു. കരമടിച്ചൊന്ന് ദൈവത്തെ സ്തുതിക്കാം. പ്രാർത്ഥിക്കുന്നവർ, ആരാധിക്കുന്നവർ, വാഗ്ദത്തം കേട്ടവർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന 1-ാമത്തെ ദിവസവും 2-ാമത്തെ ദിവസവും 3-ാമത്തെ ദിവസവും 4-ാമത്തെ ദിവസവും 5-ാമത്തെ ദിവസവും ഒന്നും കണ്ടെന്ന് വരികയില്ല. പക്ഷെ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. നമ്മുടെ കണ്ണടയുന്നതിന് മുൻപേ, നമ്മുടെ ശബ്ദം തീരുന്നതിന് മുൻപേ, നാം പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക്, നാം കരഞ്ഞ വിഷയങ്ങൾക്ക്, നാം ആഗ്രഹിച്ച വിഷയങ്ങൾക്ക് നമ്മോട് പറഞ്ഞ വാഗ്ദത്തം, നമ്മുടെ സഭയോട് പറഞ്ഞ വാഗ്ദത്തം, നമ്മുടെ മക്കളോട് പറഞ്ഞ വാഗ്ദത്തം, നമ്മുടെ ശുശ്രൂഷയോട് പറഞ്ഞ വാഗ്ദത്തം, ആ ആസ്തികൾ എഴുന്നേൽക്കുമാറ്, അതൊന്നിച്ച് യോജിക്കുമാറ്, അത് ജീവൻ പ്രാപിക്കുമാറ്, അതൊരു സൈന്യമായി തീരുമാറ് എഴുന്നേൽപ്പിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ എല്ലാവരും ആത്മാവിൽ നിറഞ്ഞവരായി അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് തുടങ്ങി. ഓരോ യുഗത്തിൻ്റെയും ഉദ്ഘാടനത്തിന് ചില പ്രത്യേകതയുണ്ട് ബൈബിളിൽ.
ന്യായപ്രമാണ യുഗം ആരംഭിക്കുമ്പോൾ അവിടെ സീനായ് മലയിൽ വലിയ ഇടിമിന്നലും ശബ്ദവും കാഹളവും ഒക്കെ ഉണ്ട്. ഇവിടെ കൃപായുഗം ആരംഭിക്കുമ്പോഴും ശബ്ദവും വലിയ കാറ്റും ഒക്കെ അടിക്കുന്നുണ്ട്. ഇനി നമ്മുടെ കർത്താവ് വരുമ്പോഴും ഒരു വലിയ ശബ്ദകോലാഹലമുണ്ടാകും. അപ്പോഴേക്കും നമ്മൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു പോകും. പക്ഷെ ഇവിടെ എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അന്യഭാഷ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യെരൂശലേം പള്ളിയിൽ കഴിഞ്ഞ 2000 വർഷത്തെ പാരമ്പര്യം പറയുന്ന ആ പാരമ്പര്യം ശരിയാണ്. പ്രവാചകന്മാരുടെ അവരുടേതാണ്, പുരോഹിതന്മാർ അവരുടേതാണ്, പിതാക്കന്മാർ അവരുടേതാണ്, ബൈബിൾ അവർക്കാണ് കൊടുത്തത്. അതുകൊണ്ട് അവരുടെ പാരമ്പര്യം 100% സത്യമാണ്. ആ പാരമ്പര്യത്തിൽ അവർ കുടുങ്ങി ചിതറിയ അസ്ഥികളെ പോലെ, ഉണങ്ങിയ അസ്ഥികളെ പോലെ ആത്മീകമായി അധപ്പതിച്ചു കിടക്കുന്ന ആ വേളയിൽ ഈ വീട്ടിൽ നടന്ന ഈ ആരാധനയിൽ അതിന്റെ ശബ്ദം കേട്ട് ജനങ്ങൾ അവിടെ ഓടിക്കൂടുവാനായി തുടങ്ങും. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ വീട്ടിൽ ആരംഭിച്ചാൽ, നമ്മുടെ സഭയിൽ ആരംഭിച്ചാൽ, നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതങ്ങൾ, നമ്മൾ വിളിക്കാതെ തന്നെ ജീവിതങ്ങൾ അടുത്തു വരുവാനായിട്ടിടയാകും. ആരെല്ലാം അതിനെ തടഞ്ഞാലും അതിനെ വെട്ടിക്കളയുവാൻ കഴിവുള്ള കരുത്ത്, ആകർഷിക്കുവാൻ കഴിവുള്ള കരുത്ത് പരിശുദ്ധാത്മാവിനുണ്ട്. ഓടിക്കൂടിയവർക്കെല്ലാം തെറ്റിദ്ധാരണകളാണ് ഉണ്ടായത്. ചിലർ ഇവർ മദ്യപിച്ചവരാണ് എന്ന് പറഞ്ഞു, ചിലർ ഇവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളാണെന്ന് പറഞ്ഞു. കാരണം അവിടെ 18 ഭാഷ അറിയാവുന്നവരുണ്ടായിരുന്നു. അന്യഭാഷ എന്ന് പറഞ്ഞാൽ പറയുന്നവന് അറിയുവാൻ കഴിയാത്ത ഭാഷയ്ക്കാണ് അന്യഭാഷ. പറയുന്നയാളിന് അറിയാൻ കഴിയാത്ത ഭാഷയ്ക്കാണ് അന്യഭാഷ. കേൾക്കുന്നവർക്ക് അതറിയാതിരിക്കണമെന്നില്ല. ഇപ്പൊ തമിഴ് എനിക്കറിഞ്ഞുകൂടാ എങ്കിൽ തമിഴ് എൻ്റെ അന്യഭാഷയാണ്. ഞാൻ തമിഴിൽ സംസാരിക്കുമ്പോൾ അവിടെ ഒരു തെലുങ്ക് ഭാഷ സംസാരിക്കുന്നയാളും ഉറുദു ഭാഷ സംസാരിക്കുന്നയാളും തമിഴ് ഭാഷ സംസാരിക്കുന്നയാളും ഉണ്ടെങ്കിൽ ആ തമിഴിനത് മനസ്സിലാകും, മറ്റൊരാൾക്ക് അത് മനസ്സിലായെന്ന് വരികയില്ല. മനസ്സിലാകാത്തവർ ഇവർ മദ്യപിച്ചു എന്ന് പറഞ്ഞു, മനസ്സിലായവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ സംസാരിക്കുന്നു എന്ന് പറഞ്ഞു. സ്വന്തം ചെയ്താട്ടെ. ഏതൽക്കാലങ്ങളിലും മനസ്സിലാക്കുന്നവർ ദൈവത്തെ സ്തുതിക്കും, ആകാത്തവർ പരിഹസിച്ചു കൊണ്ടിരിക്കും. ഈ 2 കൂട്ടരെയും നോക്കാതെ അഭിഷേകത്തിൽ അന്യഭാഷകൾ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കണം. കരമടിച്ച് അഭിഷേകമുള്ളവരെല്ലാം അന്യഭാഷകളോടെ വാ തുറന്ന് ദൈവം നൽകിയ അന്യഭാഷകളോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ മനുഷ്യരോടല്ല ദൈവത്തോട് എത്ര സംസാരിക്കുന്നു. ആത്മീക വർധന വരുത്തുന്നു. നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുന്നു. അന്ധകാരത്തിന്റെ പ്രവർത്തനങ്ങൾ വെട്ടിവീഴ്ത്തപ്പെടുന്നു. ഒരു സംഭവം ഈ സന്ദർഭത്തിൽ പറയുവാൻ ഞാൻ പ്രേരിപ്പിക്കപ്പെടുകയാണ്. ഹരിയാനയിലെ ഗ്രേസ് ബൈബിൾ കോളേജിൽ ഞാൻ പഠിക്കുന്ന കാലം ഒരു പരീക്ഷയാണ്. ഞങ്ങളുടെ എൻ്റെ ആ റൂമിൽ 8 പേരുണ്ട്. അന്ന് ഇവിടെ ഉണ്ടല്ലോ, ആരൊക്കെ ഉണ്ടല്ലോ, അന്ന് പഠിച്ചവർ ആരൊക്കെയാണ്? ഉണ്ട്, കോശി പാസ്റ്ററുണ്ട്, ചിലരുണ്ട്. അപ്പം ഞങ്ങൾ 8 പേരാണ് ഒരു റൂമിൽ. പിന്നെ ഓരോ അനേക റൂമുകളുണ്ട്. എല്ലാവരും ഇങ്ങനെ ഉറക്കമാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അടുത്ത് ഒരു വിദ്യാർത്ഥി ഉറങ്ങുന്നു. അതിൻ്റെ അപ്പുറത്തെ ബെഡിലും ഒരാൾ ഉറങ്ങുന്നു. ഞാനവിടെ ഇങ്ങനെ ചാരിയിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രി 12 മണിയെങ്കിലും ആയി കാണും. ഈ സന്ദർഭത്തിൽ അത് കഴിഞ്ഞ് ഒന്ന് കിടന്നതേ ഉള്ളൂ. മയക്കം വന്നപ്പോഴേ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തി എന്നിലുണ്ടാകുന്നു. ഞാൻ അന്യഭാഷ പറയുന്നു. അന്യഭാഷ പറഞ്ഞ് ഞാൻ എളുപ്പം എഴുന്നേൽക്കുന്നു.
എൻ്റെ ബെഡിന് അടുത്താണ് ഈ ലൈറ്റ്, അതിൻ്റെ സ്വിച്ച്. ഞാൻ എളുപ്പം ആ സ്വിച്ച് ഓൺ ചെയ്യുന്നു. ഓൺ ചെയ്യുമ്പോൾ ഞാൻ കാണുന്ന രംഗം, എൻ്റെ അടുത്ത് ബെഡിൽ കിടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് അടുത്ത ബെഡിൽ കിടക്കുന്നവൻ്റെ മുഖത്ത് ചവിട്ടാൻ കാലുയർത്തി പിടിച്ച് നിൽക്കുകയാണ്. ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ ആ ചവിട്ട് നടക്കുന്നു. ഞാൻ എളുപ്പം ഈ അന്യഭാഷ പറഞ്ഞുകൊണ്ട് തന്നെ ഒരു കൈ കൊണ്ട് ആ ചെറുപ്പക്കാരനെ പിടിച്ചു. അയാൾ അവിടെ തന്നെ പിന്നെയും കിടന്ന് കൂർക്കം വലിച്ചുറങ്ങാൻ തുടങ്ങി. ആദ്യം എനിക്ക് തോന്നി ഇതൊരു കളിപ്പീരാണെന്ന് തോന്നി, ഒരു നാടകമാണ് എന്നെനിക്ക് തോന്നി. പക്ഷേ ഇയാൾ നല്ല ഡീപ്പ് സ്ലീപ്പിലാണ്. ഈ സംഭവം ഇയാൾ അറിയുന്നില്ല. രണ്ടുപേരും ഈ കാര്യം അറിയുന്നില്ല. അതൊരു പിശാചിൻ്റെ അറ്റാക്കായിരുന്നു. ദൈവത്തിലെ അഭിഷേകത്തിൽ ആരാധിക്കുമ്പോൾ, അഭിഷേകത്തിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, അന്യഭാഷ പറയുമ്പോൾ നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടുള്ള വാഴ്ചകളുണ്ട്, അധികാരങ്ങളുണ്ട്, ദുഷ്ടാത്മസേനകളുണ്ട്, പകൽ പറക്കുന്ന അസ്ത്രമുണ്ട്, രാത്രിയിൽ സഞ്ചരിക്കുന്ന മഹാമാരിയുണ്ട്, ഉച്ചയ്ക്ക് നശിക്കുന്ന സംഹാരമുണ്ട്. അതൊരു പക്ഷേ നമുക്കാണോ, നമുക്കെതിരായിട്ടാണോ, നമ്മുടെ കുഞ്ഞുങ്ങൾക്കെതിരായിട്ടാണോ, നമ്മുടെ സഭയിലുള്ള വ്യക്തികൾക്കെതിരായിട്ടാണോ എന്ന് നമ്മൾ അറിഞ്ഞെന്ന് വരികയില്ല. പക്ഷേ ആത്മാവുണ്ടെങ്കിൽ അതൊരു പ്രാർത്ഥനയായി, അതൊരു യുദ്ധമായി, അതൊരു വിടുതലായി തീരും. അഭിഷേകം പ്രാപിച്ചവരെല്ലാം അന്യഭാഷയോട് അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിങ്ങളിവിടെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ, നിങ്ങളുടെ ശുശ്രൂഷയുടെ മേഖലകളിൽ, നിങ്ങളുടെ പട്ടണങ്ങളിൽ അന്ധകാരത്തിൻ്റെ വ്യാപാരങ്ങൾ, അത് മന്ത്രവാദങ്ങളാണെങ്കിലും, അത് ക്ഷുദ്രപ്രയോഗങ്ങളാണെങ്കിലും, അത് പൈശാചിക വ്യാപാരങ്ങളാണെങ്കിലും, അത് നിങ്ങളെ തകർക്കുവാനുള്ള സാത്താൻ്റെ തന്ത്രങ്ങളാണെങ്കിലും, ആരാധിക്കുന്ന ദൈവത്തിൻ്റെ പൈതലിൻ്റെ അന്യഭാഷയോടുള്ള പ്രാർത്ഥന ഉയരുമ്പോൾ അതിൻ്റെ അടിസ്ഥാനങ്ങളെ ഇളക്കി, യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമേ എന്ന് ചോദിക്കത്തക്ക നിലയിൽ നിങ്ങളുടെ അടുക്കൽ വന്ന് മുട്ടി നിൽക്കുന്നത് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു പ്രസംഗത്തിന് നിയുക്തനായിത്തീരുകയാണ്. പ്രസംഗത്തിന് ആഗ്രഹിച്ചൊന്നുമല്ല, അങ്ങനെ ഒരുങ്ങി വന്നതുമല്ല, പുതിയ നിയമമൊന്നും എഴുതപ്പെട്ടിട്ടുമില്ല. പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ അദ്ദേഹം പ്രസംഗത്തിന് നിയുക്തനാകുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗമാണ് പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 37 മുതൽ നമ്മൾ വായിക്കുന്നു. അപ്പോൾ അവരോട് പത്രോസ് സമയവും യോവേൽ പ്രവചനവുമെല്ലാം കൊട്ടിയത് ഇത് മദ്യപാനമല്ല എന്ന് പറഞ്ഞിട്ട് കർത്താവിനെ കുറിച്ച് പറഞ്ഞ് അവരോട് പറയുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യണം? അവർ കുറ്റബോധത്തോടു കൂടി ചോദിച്ചപ്പോൾ പത്രോസ് പറയുകയാണ്, നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരുമായ ഏവർക്കുമുള്ളതല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ വചനം കേട്ടവർ യേശുവിനെ സ്വീകരിക്കുകയും അന്ന് 3000 പേർ സ്നാനപ്പെടുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കി. അങ്ങനെ ക്രിസ്തുവിൻ്റെ സഭ പിറന്നു വീഴുകയാണ്. അവരാണ് ഇവിടെ നമ്മൾ പ്രവൃത്തി 2:42 വായിച്ചത്. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മയെ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ദൈവത്തിൻ്റെ സഭയെക്കുറിച്ച് 1-2 കാര്യം കൂടി ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. ക്രിസ്തുവിൻ്റെ സഭ ഏതാണ്? അത് അപ്പോസ്തോലികമാണ്. അത് അപ്പോസ്തലന്മാരുടെ കാലം മുതലുണ്ട്, ഇപ്പോഴും അതുണ്ട്. ഈ കൃപായുഗം അവസാനിക്കുന്നത് വരെ കർത്താവിൻ്റെ സഭ ഇവിടെ ഉണ്ടാവും. പക്ഷേ ഏതാണ് ക്രിസ്തുവിൻ്റെ സഭ, ഏതല്ല എന്ന് തിരിച്ചറിയുവാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. അതിന് ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിക്കുകയല്ലാതെ, പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുകയല്ലാതെ വേറെ വഴികളൊന്നുമില്ല. കാരണം ചരിത്രങ്ങൾ പലതും നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുകയില്ല. നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ നടന്ന പല സംഭവങ്ങളുടെയും ചരിത്രങ്ങൾ നമ്മൾ കണ്ണടയുന്നതിന് മുൻപേ എത്രയോ മാറിയത് നമ്മൾ കാണുന്നു. അങ്ങനെയാണെങ്കിൽ 100-500 വർഷം മുമ്പൊക്കെ എഴുതിയ ചരിത്രങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ
അതിനൊക്കെ എത്രമാത്രം തെറ്റുകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടാകും. എന്നാൽ ബൈബിളിൽ ക്രിസ്തു സഭയുടെ 1 നൂറ്റാണ്ടത്തെ ചരിത്രമുണ്ട്. ആരംഭസഭയുടെ അത് പ്രവർത്തികളുടെ പുസ്തകമാണ്. ആ ചരിത്രത്തിൽ നിന്ന് നമുക്ക് ദൈവത്തിൻ്റെ സഭയെ തിരിച്ചറിയുവാനായിട്ട് കഴിയും. ഫിലിപ്പിൻ്റെ കൈസരിയിൽ വെച്ച് യേശുവാണ് ഈ കാര്യം ആദ്യം പറഞ്ഞത്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കുകയില്ല. എല്ലാവരും യേശു പറഞ്ഞ ആ വാക്കൊന്ന് പറഞ്ഞാട്ടെ. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കുകയില്ല. അത് വിശ്വസിക്കുന്നവരൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ചിലപ്പോൾ ആലയങ്ങൾ കത്തിക്കാനായി കഴിഞ്ഞെന്നിരിക്കും, ചിലപ്പോൾ ദൈവദാസന്മാരെ അറസ്റ്റ് ചെയ്യാനായി കഴിഞ്ഞെന്നിരിക്കും, ചിലപ്പോൾ ദൈവദാസന്മാരെ കൊല്ലാനായി കഴിഞ്ഞെന്നിരിക്കും. ഒരാലയം കത്തിക്കപ്പെടുമ്പോൾ 100 ആലയങ്ങൾ ഉണ്ടാകും. ഒരു ദൈവദാസൻ ജയിലിൽ പോകുമ്പോൾ അവിടെ നിന്ന് 100 പേർ പുറത്തു വരും. ഒരു ദൈവദാസൻ കൊല്ലപ്പെടുമ്പോൾ അവിടെ നിന്ന് 100 പേർ എഴുന്നേൽക്കും. കാരണം എൻ്റെ കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അതേ വിശ്വസിക്കാവൂ. അവൻ ഇന്നലെയും ഇന്നും നാളെയും എന്നേക്കും യഥാവാൻ. താൻ പറഞ്ഞ വാക്കുകൾ ഒരിക്കലും പിൻവലിച്ചിട്ടില്ല, അബദ്ധമായി പോയെന്ന് പറഞ്ഞിട്ടില്ല, അതാ തെറ്റാണെന്ന് തെളിയിക്കുവാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അത് മാത്രമേ നടക്കൂ. യേശു തൻ്റെ സഭയെ പണിതുകൊണ്ടിരിക്കും, പാതാള ഗോപുരം എതിർത്തുകൊണ്ടിരിക്കും, പക്ഷേ അതിനെ ജയിക്കുകയില്ല. ക്രിസ്തുവിൻ്റെ സഭയെ ഒരാട്ടിൻ കൂട്ടമായിട്ട് ഉപമിച്ചിട്ടുണ്ട് എങ്കിൽ ആ സഭയുടെ ഇടയനാണ് യേശു. നാം എല്ലാവരും ആ ഇടയൻ്റെ ആടുകളാണ്. ക്രിസ്തുവിൻ്റെ സഭയെ ഒരു കെട്ടിടമായിട്ട് ഉപമിച്ചിട്ടുണ്ട്. ആ കെട്ടിടത്തിൻ്റെ മൂലക്കല്ല് ക്രിസ്തുവും, അടിസ്ഥാനക്കല്ലുകൾ പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും, നമ്മളെല്ലാവരും ജീവനുള്ള കല്ലുകളുമാണ്. ക്രിസ്തുവിൻ്റെ സഭയെ ഒരു ശരീരമായിട്ട് ഉപമിച്ചിട്ടുണ്ട്. അതിൽ നാം അവയവങ്ങളും കർത്താവ് ശിരസ്സുമാണ്. ഈ ക്രിസ്തുവിൻ്റെ സഭയിൽ അംഗങ്ങൾ ഉണ്ടാകുന്നത് മതം മാറ്റത്തിലൂടെയല്ല, ബയോളജിക്കലായിട്ടുള്ള ഒരു ജനനത്തിലൂടെയുമല്ല, രക്ഷിക്കപ്പെടുന്നതിലൂടെയാണ്, വീണ്ടും ജനിക്കുന്നതിലൂടെയാണ് ഒരാൾക്ക് ക്രിസ്തുവിൻ്റെ സഭയിൽ അംഗമാകാനായിട്ട് കഴിയും. ക്രിസ്തുവിൻ്റെ സഭയിലേക്ക് ഒരാൾ വരുന്നത് രക്ഷിക്കപ്പെടുന്നത് കൊണ്ടാണ്. രക്ഷിക്കപ്പെടുന്നത് കൊണ്ട് മാത്രമേ ഒരാൾക്ക് ക്രിസ്തുവിൻ്റെ സഭയിൽ വരാൻ ഒക്കൂ. രക്ഷിക്കപ്പെടുന്നവർ മാത്രമേ ക്രിസ്തുവിൻ്റെ സഭയിലുള്ളൂ. ഇതാഴമായി അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ജനിച്ചതുകൊണ്ടും വളർന്നതുകൊണ്ടും നമ്മൾ ക്രിസ്തുവിൻ്റെ സഭയിൽ ആണെന്ന് തോന്നും. സംഘടനയും സഭയും രണ്ടും രണ്ടാണ്. കർത്താവിൻ്റെ വരവിൽ ഒരു സംഘടനയും എടുക്കപ്പെടുകയില്ല, എന്നാൽ കർത്താവിൻ്റെ വരവിൽ സഭ എടുക്കപ്പെടും. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, കർത്താവിൻ്റെ വരവിൽ ഒരു ക്രിസ്തീയ സംഘടനയും എടുക്കപ്പെടുകയില്ല. ക്രിസ്തീയ സംഘടനകളൊന്നും മോശമല്ല, അതൊക്കെ നല്ലതാണ്. ആ സംഘടനയിലുള്ള ദൈവസഭ മാത്രം എടുക്കപ്പെടും. രണ്ട്, ക്രിസ്തു സഭയുടെ ശുശ്രൂഷകന്മാർ. എഫെസ്യ ലേഖനം 4:12 മുതൽ അവൻ ചിലരെ അപ്പോസ്തലന്മാരായും പ്രവാചകന്മാരായും ഇടയന്മാരായും സുവിശേഷകന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് ഈ 5 ശുശ്രൂഷകരേ ഉള്ളൂ. ക്രിസ്തുവിൻ്റെ സംഘടനയ്ക്ക് ദൈവം അംഗീകരിച്ചത് തന്നെ വളരെയധികം ശുശ്രൂഷകരുണ്ട്. ഈ അപ്പോസ്തലൻ, പ്രവാചകൻ, ഇടയൻ, ഉപദേഷ്ടാവ്
സുവിശേഷകൻ. ഇത് പ്രത്യേക വേഷവിധാനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുകയില്ല. കാരണം കർത്താവ് അപ്പോസ്തലന്മാർക്ക്, പുരോഹിതന്മാർക്ക് പഴയ നിയമകാലങ്ങളിൽ കൊടുത്തിരുന്നത് പോലെ പ്രത്യേക വേഷവിധാനങ്ങൾ കൊടുത്തില്ല. അവർക്ക് ഇരിക്കാൻ പ്രത്യേക സിംഹാസനങ്ങളോ, അവർക്ക് പിടിക്കുവാൻ പ്രത്യേക വടികളോ, കയ്യിലിടുവാൻ പ്രത്യേകമായ മോതിരങ്ങളോ, തലയിൽ വെക്കുവാൻ പ്രത്യേകമായ കിരീടങ്ങളോ കർത്താവായ യേശു പത്രോസിനോ പൗലോസിനോ യോഹന്നാനോ ആർക്കും കൊടുത്തില്ല. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ സഭയിലെ ശുശ്രൂഷകന്മാരെ ആ നിലയിൽ തിരിച്ചറിയാൻ കഴിയുകയില്ല. എന്നാൽ കർത്താവ് അവർക്ക് എടുത്ത ശുശ്രൂഷയിലൂടെയാണ് അവർ അപ്പോസ്തലനാണോ, പ്രവാചകനാണോ, ഇടയനാണോ, ഉപദേഷ്ടാക്കാരനാണോ, സുവിശേഷകനാണോ എന്നറിയുന്നത് ആ ശുശ്രൂഷയിലൂടെയാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ ഒരു വേലക്കാരൻ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ശുശ്രൂഷകനാണോ എന്ന് സ്വയം അറിഞ്ഞിരിക്കണം. സ്തോത്രം, സ്തോത്രം. കഴിഞ്ഞ ശനിയാഴ്ച ഞാനൊരു സുവിശേഷകനാണ്. കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങൾ ഒരു പരിശോധന പോയി. കുമ്മനാട് സെൻട്രലിലുള്ള ദൈവത്തിൻ്റെ ദാസന്മാർ, സെൻട്രൽ സെക്രട്ടറി പാസ്റ്റർ മനു കുരുവിനും പാസ്റ്റർ ജോൺസി നെല്ലാട്, ജോർജ് നെല്ലാട് ശുശ്രൂഷകൻ്റെയും നേതൃത്വത്തിൽ ഞങ്ങളൊരു പരിശോധന പോയി. അപ്പം പരിശോധനത്തിൽ പ്രാസംഗികർ, തിരുവല്ല റീജിയൻ്റെ പ്രസിഡന്റ് ജോണിക്കുട്ടി പാസ്റ്റർ ഇവിടെ ഇരിപ്പുണ്ട്. ആദ്യത്തെ പ്രസംഗനായിരുന്നു അദ്ദേഹം. രണ്ടാമത്തെ പ്രാസംഗികന് മലപ്പള്ളി റീജിയൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന പാസ്റ്റർ ജോജി ജോർജ് ആയിരുന്നു. മൂന്നാമത്തെ പ്രാസംഗികൻ എനിക്ക് കാണാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം, ഞാൻ ഇങ്ങനെയാലും ഒന്ന് രണ്ട് പേരുടെ പേരൊന്ന് പറഞ്ഞോട്ടെ സാറേ. മലപ്പള്ളി റീജിയൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന പാസ്റ്റർ കെ എം ജേക്കബ്, ഞങ്ങളുടെ നാട്ടുകാരനാണ്, ഞങ്ങൾ ഒരു സഭക്കാരനാണ്, കൊച്ചറയിൽ. അദ്ദേഹമായിരുന്നു. നാലാമത്തെ സ്ഥലത്ത് പ്രസംഗിച്ച പ്രാസംഗികന് ഞങ്ങളുടെ സെൻട്രൽ സ്കൂളിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന സക്കറിയ ജോൺ പാസ്റ്റർ, തെക്കേമല ശുശ്രൂഷകനായിരുന്നു. അപ്പം എൻ്റെ ജോലി ആദ്യം ഒന്ന് മുഖവര പറയുക, പിന്നെ ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഇടയ്ക്ക് വല്ലതും പറയണമെങ്കിൽ പറയുക. ഞാനും പ്രസംഗിച്ചു. ഇനി ഞങ്ങളുടെ പരിശോധന ടീമിലെ ആ രീതികൾ ഒന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഞങ്ങൾക്ക് ആർക്കും ഇരിക്കാൻ കസേരകൾ ഉണ്ടായിരുന്നില്ല, പുൾപിറ്റ് ഉണ്ടായിരുന്നില്ല, ആരുടെയും പേരുകൾ പരസ്യം ചെയ്തിരുന്നില്ല. ഞങ്ങളുടെ മൈക്ക് സെറ്റ് പോലീസ് പിടിച്ചാൽ പ്രശ്നമില്ലാത്തത് ഇതുപോലെ ഇരിക്കുന്ന ഒരു ബോക്സ് മാത്രമായിരുന്നു. അത് കാറിൻ്റെ മുകളിലാണ് വെച്ചിരുന്നത്. ഞാൻ മൈക്രോഫോൺ നോക്കി, ഇതൊന്നും ഇവിടെങ്ങും അത് കാണാനൊക്കെയല്ല, വല്ലോ പുരാവസ്തു സ്ഥലത്ത് ചെന്നാലേ അത് കിട്ടത്തുള്ളൂ. നല്ല പോലെ എന്തോ തുരുമ്പ് പിടിച്ചതായിരുന്നു. കേബിൾ അനങ്ങിയാൽ ശബ്ദമുണ്ടായിരുന്നു. ഞങ്ങളുടെ മുൻപിൽ ഓഡിയൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. 10-15 വീടുകൾ വെക്കുന്നിടത്ത് ഈ ബോക്സ് അങ്ങ് വെച്ച് പ്രസംഗിക്കുകയാണ്. ഇവരെല്ലാം ശക്തമായി പ്രസംഗിച്ചു. ഞങ്ങളുടെ പാട്ടുകാരന് കല്യാണത്തിനും കൺവെൻഷനും ഒക്കെ പ്രസംഗിക്കുന്ന കുമ്മനാട് സെൻറ്ററിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സാബു ഫിലിപ്പായിരുന്നു. അദ്ദേഹം ശക്തമായി പാടി. എല്ലാവരും പ്രസംഗിച്ചു. നല്ല പ്രസംഗം. കേൾക്കാൻ ഞങ്ങളുടെ മുൻപിൽ ആരും ഉണ്ടായിരുന്നില്ല. ആരെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ടെന്നുള്ള പ്രതീക്ഷയിലാണ് പ്രസംഗം. ഈ ഞങ്ങൾക്ക് പ്രായമൊക്കെ ആയതുകൊണ്ട് ഈ രാവിലെ മുതൽ നിൽക്കുന്നത് കൊണ്ട് ഈ അടുത്ത ഏതെങ്കിലും പരിചയമില്ലാത്ത വീട്ടുകാരുടെ കയ്യാലയിൽ ചാരിയൊക്കെയാണ് നിപ്പ്. ചിലവൊന്നുമില്ലായിരുന്നു. യോഗം കഴിഞ്ഞപ്പോൾ കടഭാരമൊന്നും ഉണ്ടായില്ല. ആർക്കും പൈസ കൊടുക്കേണ്ട വന്നില്ല. ആരും പൈസ മേടിച്ചില്ല.
സുവിശേഷകൻ ആയിരുന്നു ഇവർ. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒന്നുകൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒന്നുകൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. കർത്താവ് തൻ്റെ സഭയിലെ അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും ഇടയന്മാരെയും സുവിശേഷകന്മാരെയും ഉപദേശകന്മാരെയും നിയോഗിച്ചിട്ടുണ്ട്. അത് മരണം വരെയുമുള്ള ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷ ഇല്ലാത്തവരാരും, ആ ശുശ്രൂഷ ചെയ്യാത്തവരാരും ഈ ടൈറ്റിൽ എടുക്കരുത്. ആ ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെട്ടവർ അത് ചെയ്യുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. കരമടിച്ചൊന്നൂടെ, ഒന്നൂടെ. ദൈവത്തിന്റെ സഭയെ തിരിച്ചറിയാനുള്ള ഒരു രീതിയാണ്. ഇനി ദൈവസഭയെ തിരിച്ചറിയാനുള്ള ആരാധനയെ കുറിച്ചും കൂടെ ഒരു ചെറിയ ക്ലൂ ഞാൻ പറയാം. ആകയാൽ എന്ത്? കൊരിന്ത് ലേഖനം 1 കൊരിന്ത് 14. ആകയാൽ എന്ത്? നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, അന്യഭാഷയുണ്ട്, വെളിപ്പാട് ഉണ്ട്, വ്യാഖ്യാനമുണ്ട്. ഇത് നിങ്ങൾക്ക് ആത്മീയ വർധനയ്ക്കായി ഉതകട്ടെ. കർത്താവിൻ്റെ സഭയിലെ ആരാധനയിൽ ഇതെല്ലാം ഉണ്ടായിരിക്കും. ഒന്നുകൂടെ സ്തോത്രം ചെയ്താട്ടെ. ഇങ്ങനെ നിങ്ങൾക്ക് ഭൂമിയിലെ ക്രിസ്തുവിൻ്റെ സഭ ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അവിടെ ആരാധിക്കുവാനായി കടന്നു പോകുവാനായിട്ട് ഇടയാകും. ആ സഭയിൽ ഉള്ള ജനത്തോട് ദൂത് പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ കേൾക്കണം? അവർ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി 2:42 അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മയെ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. 4 കാര്യങ്ങൾ. അപ്പോസ്തല ഉപദേശം കേൾക്കണം, കൂട്ടായ്മയെ ആചരിക്കണം, അപ്പം നുറുക്കണം അഥവാ കർത്തൃമേശ, പ്രാർത്ഥന കഴിക്കണം. ഈ പ്രവൃത്തിയുടെ പുസ്തകത്തിൽ യേശുവിൻ്റെ നാമത്തിലെ സ്നാനം കേൾക്കുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണോ സ്നാനപ്പെടേണ്ടത്, യേശുവിൻ്റെ നാമത്തിലാണോ സ്നാനപ്പെടേണ്ടത് എന്നൊരു സംശയം വരും. അത് പ്രവൃത്തികളുടെ പുസ്തകത്തിൻ്റെ ഒരു സ്വഭാവമാണ്. അപ്പം നുറുക്കെന്ന് പറഞ്ഞാൽ അവിടെ വീഞ്ഞില്ല എന്നല്ലേ എൻ്റെ അർത്ഥം. അതവിടെ പറയേണ്ട കാര്യമില്ല. നമുക്ക് ചോറുണ്ണാം എന്ന് പറഞ്ഞാൽ അവർ ചോറുണ്ടു എന്ന് എഴുതിയാൽ അത് കറിയൊന്നുമില്ലായിരുന്നു എന്നല്ല എൻ്റെ അർത്ഥം. അതിനകത്തെല്ലാം ഉണ്ട്. അതുകൊണ്ട് അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൽ ഉപദേശം കേൾക്കണം, കൂട്ടായ്മ ആചരിക്കണം, അപ്പം നുറുക്കണം, പ്രാർത്ഥന കഴിക്കണം. ഒന്ന് അപ്പോസ്തലിക ഉപദേശം. അപ്പോസ്തലിക ഉപദേശത്തിൽ അടിസ്ഥാനപരമായ 7 ഉപദേശങ്ങളുണ്ട്. അതുകൂടാത്ത ഉപദേശങ്ങളും ഘനമായിട്ടുള്ളതുണ്ട്. ഒന്നാമത്തെ ഉപദേശം മാനസാന്തരമാണ്. മാനസാന്തരം മരണം വരെയുമുള്ളതാണ്. വീണ്ടും ജന്മം ഒരിക്കലുള്ളതാണെങ്കിൽ മാനസാന്തരം മരണം വരെയുമുള്ളതാണ്. ജീവിതത്തിലെ തെറ്റുകൾ സംഭവിക്കുമ്പോൾ ആ തെറ്റിൽ നിന്ന് വേർതിരിഞ്ഞു വരുന്നത് ശരിയായ പാതയിൽ നടക്കുന്നതാണ് മാനസാന്തരം. ഇനി മാനസാന്തരത്തിന് ആകപ്പാടെ ഒരു പ്രശ്നമുണ്ട്. വെള്ള വസ്ത്രം ധരിക്കുകയും ക്ലീൻ ഷേവ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ വളരെ ശാന്തമായി സംസാരിക്കുകയും സൗമ്യമായി ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുകയും ഒക്കെ ചെയ്താൽ നമ്മൾ മാനസാന്തരപ്പെട്ടു എന്ന് ആൾക്കാർക്ക് തോന്നും. അത് നല്ല കാര്യമാണ്, നല്ല മാതൃകയാണ്, അത് അംഗീകരിക്കണം, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷേ അത് മാനസാന്തരമാകണമെന്നില്ല. മാനസാന്തരത്തിൻ്റെ ഫലം കായ്ക്കണം. എന്താണ് അതിൻ്റെ മാനസാന്തരത്തിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ, എനിക്ക് സ്ഥലത്തോട് വലിയ ആഗ്രഹമാണ്. ഞാൻ ഇങ്ങനെ പണിതുകൊണ്ടിരുന്ന സമയത്ത് തൂമ്പായ്ക്ക് അടുത്ത സ്ഥലത്തോടൊരു ആകർഷണമുണ്ട്. അവൻ കയറി പിടിച്ച് കുറേ സ്ഥലം അങ്ങെടുത്തു. ആർക്കാണ് ആഗ്രഹമില്ലാത്ത? അങ്ങനെ കുറേ എടുത്തു. അപ്പോൾ അങ്ങനെ ആരും അറിയുന്നില്ല, ആരും അറിയാതെ അവരുടെ സ്ഥലം കുറച്ച്, അവരെല്ലാം അമേരിക്കയിലാണ്, അപ്പം സ്ഥലം കുറച്ച് എൻ്റെയാണ്, എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം എനിക്കൊരു മാനസാന്തരം വന്നാൽ, കർത്താവേ എൻ്റെ അറിവില്ലായ്മ കാലത്ത് ഞാനങ്ങനെ ചെയ്തു പോയി, എന്നോടങ്ങ് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ അത് മാനസാന്തരമല്ല. ആ സ്ഥലം ഞാൻ ഉടമസ്ഥന്
തിരിച്ചു കൊടുത്തതിന് ശേഷം ആ വ്യക്തിയോടും ദൈവത്തോടും ക്ഷമ ചോദിച്ചാൽ ദൈവം ആ പാപം ക്ഷമിക്കുകയും ഞാൻ മാനസാന്തരപ്പെടുകയും ചെയ്യുന്നു. ഇത് അപ്പോസ്തലികമായ ഉപദേശമാണ്. ഇപ്പോൾ ഞാൻ എനിക്ക് വലിയ വൈരാഗ്യമുള്ള ഒരാളാണ്. അപ്പോൾ എഴുതാനൊക്കെ എനിക്ക് ആ കഴിവുണ്ട്. അപ്പോൾ എനിക്കിഷ്ടമില്ലാത്ത ആളിന് വേണ്ടി ഞാനങ്ങ് എഴുതി, ഭയങ്കരമായിട്ടങ്ങ് എഴുതി. എൻ്റെ ചൂട് കൊണ്ടങ്ങ് എഴുതിയാണ്, കോപം കൊണ്ട് എഴുതിയാണ്, ഞാൻ എൻ്റെ ന്യായം കൊണ്ട് എഴുതിയതാണ്. അങ്ങനെ എഴുതി അത് ഒത്തിരി പേരുടെ കയ്യിൽ പോയി. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അത് തെറ്റായിപ്പോയി, ഞാനത് എഴുതിയത് തെറ്റായിപ്പോയി. അത് ഒത്തിരി പേരെ വേദനിപ്പിച്ചു. അപ്പോൾ ഞാൻ ഉടനെ ആ വേദനിച്ചിരിക്കുന്ന ദേവദാസന് പോയൊരു കൈ കൊടുത്ത് കൊണ്ട് ഇന്ന് പ്രാർത്ഥിച്ചത് കൊണ്ട് ആ പാപം തിരികെയല്ല, മാനസാന്തരമാകുകയല്ല. ഞാൻ ഏതെല്ലാം പത്രങ്ങളിൽ എഴുതിയോ അതെല്ലാം പത്രത്തിൽ അന്ന് ഞാൻ ഇന്നാരോടൊക്കെ കാശ് മേടിച്ച് ഞാൻ എഴുതിയതാണ്. അത് കള്ളമായി പോയി എന്നെനിക്കിപ്പോൾ ബോധ്യമാകുന്നു. എന്നോട് വായനക്കാരും അതിൽ വേദന അനുഭവിക്കുന്നവരും ക്ഷമിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ എൻ്റെ പാപം ക്ഷമിക്കപ്പെടും. അതാണ് മാനസാന്തരം. അപ്പോൾ ഞാൻ അല്പം പൈസയൊക്കെ ഉള്ള ഒരാളാണ്. ഞാനൊരു പാസ്റ്റർക്കിട്ട് ഒരു പൊട്ടീരം കൊടുത്തു. പുള്ളിയുടെ പ്രസംഗം അങ്ങനെയായിരുന്നു. പുള്ളി അവസാനം കൂട്ടായ്മ അങ്ങ് വിട്ടു. പുള്ളി അങ്ങ് ബോംബെ പോയി. അപ്പം ഞാനങ്ങ് പിന്നെ മാനസാന്തരപ്പെട്ടു. അബദ്ധമായി പോയി എന്നെനിക്ക് തോന്നി. ഇനി ഒരു മനുഷ്യനോട് പോലും ഞാൻ തല്ലാതെ സമാധാനമായി കഴിയുകയാണ്. പക്ഷേ എനിക്ക് മാനസാന്തരമാകണമെങ്കിൽ ആ തല്ലിയ ആളിനോട് ദേവദാസനെ അന്നത്തെ കോപത്തിൽ ഞാൻ അടിച്ചതാണ്, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ദൈവത്തോടും കൂടെ ഒരു മാപ്പ് അപേക്ഷിച്ചാൽ പാപം ക്ഷമിക്കപ്പെടുകയും ചെയ്യും. അതിന് മാനസാന്തരം എന്ന് പറയുന്നു. ഞാനൊരു കാര്യം പറയാം, മാനസാന്തരപ്പെട്ടവർ മാത്രമേ കർത്താവിൻ്റെ വരവിൽ പോകുകയുള്ളൂ. ഞാൻ ഒന്നുകൂടെ പറയാം, മാനസാന്തരപ്പെട്ടവർ മാത്രമേ പോകൂ. തെറ്റാർക്കും സംഭവിക്കാം. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ തെറ്റ് ക്രമീകരിക്കപ്പെടേണ്ടതുപോലെ ക്രമീകരിച്ചാൽ നമുക്ക് നിത്യതയിൽ പോകുവാൻ കഴിയും. അപ്പോൾ അപ്പോസ്തലികമായ ഉപദേശങ്ങളിലെ പ്രധാനപ്പെട്ട ഉപദേശമാണ് മാനസാന്തരപ്പെടുക. ഇനി ഭാര്യയെ ഒന്ന് തല്ലിയെന്നിരിക്കട്ടെ, ആരും അറിഞ്ഞില്ല. ആ ഭാര്യയോട് ക്ഷമ ചോദിക്കാതെ ആ പാപം ക്ഷമിക്കപ്പെടുകയില്ല. മക്കളെ വേദനിപ്പിച്ചെന്നിരിക്കട്ടെ, ആ മക്കളോട് ക്ഷമ ചോദിക്കാതെ ആ പാപം ക്ഷമിക്കപ്പെടുകയില്ല. മാനസാന്തരം എന്ന് പറഞ്ഞാൽ ചെയ്ത തെറ്റാണെന്ന് ബോധ്യമായിട്ട് അത് ക്രമീകരിക്കപ്പെടേണ്ടതുപോലെ ക്രമീകരിച്ച് തിരിഞ്ഞു വരുന്നതിനാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അവരപ്പോസ്തലന്മാരുടെ ഉപദേശം കിട്ടും. അപ്പോസ്തല ഉപദേശങ്ങളിൽ രണ്ടാമത്തെ ഉപദേശമാണ് സ്നാനം. എല്ലാ സമൂഹങ്ങളിലും സ്നാനമുണ്ട്, ക്രിസ്ത്യ മതത്തിലും സ്നാനമുണ്ട്. പക്ഷേ ക്രിസ്ത്യ സഭയുടെ സ്നാനം വ്യത്യസ്തമാണ്. ക്രിസ്ത്യ സഭയുടെ സ്നാനം മതം മാറാനല്ല, മതത്തിൽ ചേരാനല്ല, യേശുവിനോട് ചേരാനാണ്. ഗലാത്യർ 7:3-27. ക്രിസ്ത്യ സ്നാനം മതം മാറാനല്ല, സഭയിൽ ചേരാനല്ല, യേശുവിൻ്റെ മരണത്തിൽ പങ്കാളിയാകാനാണ്. റോമാലേഖനം 6-ാം ക്രിസ്തീയ സ്നാനം ദൈവത്തോടും മനുഷ്യനോടും ഒരു നല്ല മനസാക്ഷിക്ക് വേണ്ടിയാണ്. 1 പത്രോസ് 3:21. ക്രിസ്തീയ സ്നാനം ശിശുക്കൾക്കുമല്ല, പ്രായമുള്ളവർക്കുമല്ല, മാനസാന്തരപ്പെട്ടവർക്കാണ്. പ്രവൃത്തി 2:37. ക്രിസ്തീയ സ്നാനം ശിശുക്കൾക്കുമല്ല, പ്രായമുള്ളവർക്കുമല്ല, വിശ്വസിക്കുന്നവർക്കാണ്. മർക്കോസ് 16:16. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും. ക്രിസ്തീയ സ്നാനം തളിച്ചല്ല, കരയിൽ നിന്നുകൊണ്ടല്ല, ഇരുവരും വെള്ളത്തിലിറങ്ങി വെള്ളത്തിൽ മുങ്ങിയാണ് സ്നാനപ്പെടുന്നത്. പ്രവൃത്തികളുടെ പുസ്തകം 8
37 മുതലുള്ള വചനങ്ങൾ. അപ്പോൾ അപ്പോസ്തലീയ ഉപദേശം കേൾക്കണം. നിങ്ങൾ പലരും സ്നാനപ്പെട്ടിട്ടുണ്ടാകും. അങ്ങനെ നിങ്ങൾ സ്നാനപ്പെട്ട് നല്ലൊരു കത്തോലിക്കനായി സന്തോഷം, നല്ലൊരു യാക്കോബക്കാരനായി സന്തോഷം, നല്ലൊരു മർത്തോമക്കാരനായി സന്തോഷം, നല്ലൊരു CSI കാരനായി സന്തോഷം. എനിക്ക് ലഭിക്കാത്ത ഭാഗ്യം നിങ്ങൾക്ക് ലഭിച്ചല്ലോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പക്ഷെ ക്രിസ്തുവിൻ്റെ സഭയിൽ അംഗമാകണമെങ്കിൽ ആ മാനസാന്തരപ്പെടണം, രക്ഷിക്കപ്പെടണം, യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഒരു അഭിഷക്തന്റെ കരത്തിന്റെ കീഴിൽ യേശുവിനോട് ചേരുവാൻ സ്നാനപ്പെടണം. മത്തായി 28:18 മുതലുള്ള വാക്യങ്ങൾ. എന്താണ് മൂന്നാമത്തെ അപ്പോസ്തലീയ ഉപദേശം? അത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് പറഞ്ഞു, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തിയ ദൂരസ്ഥരുമായ ഏവർക്കുമുള്ളതല്ലോ എന്ന് പത്രോസ് പ്രസംഗിക്കുമ്പോൾ അവരൊരു വാഗ്ദത്തം കേട്ടിരുന്നു. പ്രവൃത്തി 1:4 എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. അവർ കാത്തിരുന്നു, അവർ അഭിഷേകം പ്രാപിച്ചു. ക്രിസ്തീയ സംഘടനയിൽ അഭിഷേകം പ്രാപിക്കാത്തവരുണ്ട്, ക്രിസ്തീയ സഭയിൽ അഭിഷേകം പ്രാപിച്ചവരേ ഉള്ളൂ. ഒന്നുകൂടെ പറയട്ടെ ഞാൻ, ക്രിസ്തീയ സംഘടനയിൽ അഭിഷേകം പ്രാപിക്കാത്തവരുണ്ട്, പക്ഷെ ക്രിസ്തുവിന്റെ സഭയിൽ അഭിഷേകം പ്രാപിച്ചവരേ ഉള്ളൂ. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒന്നൂടെ നിങ്ങളെ ഞാൻ വേദനപ്പെടുത്തി. അഭിഷേകം പ്രാപിക്കാത്ത ആൾക്കാർ ഉണ്ട്. ഞാൻ അഭിഷേകം പ്രാപിക്കാതെ 1 വർഷം പ്രസംഗിച്ചയാളാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടതിൻ്റെ 1-ാമത്തെ മാസം 1974 ജൂലൈ മാസം, ഓഗസ്റ്റ് മാസത്തിലാണ് ഞാൻ പരസ്യത്തിൽ പ്രസംഗിക്കുന്നത്. ഞങ്ങളുടെ അടുത്തുള്ള പുറ്റടി വെള്ളിമല എന്ന് പറയുന്ന 2 സ്ഥലത്ത്. പിന്നീട് പരസ്യത്തിൻ്റെ ഒരു ഘോഷയാത്രയായിരുന്നു. 1-1.5 മണിക്കൂറുകളുമൊക്കെ തെരുവീതിയിൽ എൻ്റെ നാട്ടിൽ. അങ്ങനെ 1 വർഷം മുഴുവൻ പ്രസംഗിച്ചിട്ടാണ് ഞാനിവിടെ ബൈബിൾ സ്കൂളിൽ പഠിക്കുവാനായിട്ട് വന്നത്. ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിരുന്നില്ല. അപ്പം വണ്ടംമേട് എന്ന് പറയുന്ന സ്ഥലത്ത് ഏതാണ്ട് 1 മണിക്കൂറോളം എൻ്റെ നാട്ടുകാരോട് സുവിശേഷം പ്രസംഗിച്ചിട്ട് വരുമ്പോൾ ഞങ്ങളുടെ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഡോക്ടർ തോമസ് എന്നാണ് വിളിക്കുന്നത്. ഫിനിഷാറിന് KK തോമസ്. അദ്ദേഹം എൻ്റെ വിവാഹ സമയത്ത് അദ്ദേഹമായിരുന്നു എൻ്റെ പാസ്റ്റർ. അദ്ദേഹം വണ്ടൻമേട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഇവിടെ ജോലി ഉണ്ടായിരുന്നത് കൊണ്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ക്വാർട്ടേഴ്സിൽ താമസിക്കുകയാണ്. അപ്പം ഞാൻ പരിശീലനം കഴിഞ്ഞ് സാറിനെ കാണാൻ വന്നു കഴിഞ്ഞ് സാറ് പറഞ്ഞു, പോളെ നീ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചോ? ഞാൻ പറഞ്ഞു, സാറേ ഒരു ഹിന്ദുവായിരുന്ന എനിക്ക് ഞാൻ 1 മണിക്കൂറോളം ബൈബിൾ സ്കൂളിലും പോയിട്ടില്ല, ഒരിടത്തും പോയിട്ടില്ല. 1 മണിക്കൂറോളം പ്രസംഗിച്ചിട്ട് ഞാനിവിടെ വന്നിരിക്കുകയാണ്. അത് പരിശുദ്ധാത്മാവല്ലാതെ പിന്നെ എന്താണ്? അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ പോളെ അതൊക്കെ പരിശുദ്ധാത്മാവാണ്. നീ രക്ഷിക്കപ്പെട്ടതും നീ സ്നാനപ്പെട്ടതും നീ പ്രസംഗിക്കുന്നതൊക്കെ പരിശുദ്ധാത്മാവിലാണ്. നിന്നെക്കൊണ്ട് അല്ല കഴിയില്ലെന്ന് എനിക്കറിയാം. പക്ഷേ കുഞ്ഞെ, അതല്ല പരിശുദ്ധാത്മാഭിഷേകം. നീ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം. എനിക്ക് അദ്ദേഹത്തെ ആ വാക്കുകൾ അന്ന് ഇഷ്ടപ്പെട്ടില്ല. ഞാനിനി എന്തിനാണ് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം എന്നായിരുന്നു എൻ്റെ ചിന്ത. പക്ഷെ ഇവിടെ 1975 താഴെ പള്ളത്ത് ഭവനാംഗങ്ങളെല്ലാം കൂടി നടത്തിയ ഒരു കാത്തിരിപ്പ് യോഗത്തിൽ താഴാമ്പള്ളത്തെ സാംസാർ ഇവിടെ ശുശ്രൂഷിക്കുന്ന കാലത്ത് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. കുടിക്കുന്ന വെള്ളമാണ്, കുളിക്കുന്നതും വെള്ളമാണ്, നീന്തുന്നതും വെള്ളത്തിലാണ്. പക്ഷെ കുടിച്ചാൽ നീന്താൻ ഒക്കുകയില്ല. അത് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് വാഗ്ദത്തം നിങ്ങൾക്കുള്ളത് കൊണ്ട് ഇന്ന് രാത്രിയിൽ കർത്താവ് പറയുകയാണ്, ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരട്ടെ, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദി ഒഴുകും. ഇന്ന് ചിലരെ കർത്താവ് പരിശുദ്ധാത്മാവിൽ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കൊരാഗ്രഹമുണ്ടെങ്കിൽ
ശാരോൻ സംഘടനയിൽ നിന്ന് ക്രിസ്തുവിൻ്റെ സഭയിലേക്ക് വരുവാൻ, ഒരഭിഷേകത്തിലേക്ക് നയിക്കപ്പെടുവാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ഇത് അപ്പോസ്തോലിക ഉപദേശമാണ്. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവരാണ് ക്രിസ്തുവിൻ്റെ കന്യകയായിട്ട് എടുക്കപ്പെടുന്നവര്. പരിശുദ്ധാത്മാവും പ്രാപിച്ചവരാണ് കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുന്നത്. ഇതുവരെയും പ്രാപിച്ചില്ലെങ്കിൽ കർത്താവ് വന്നില്ലല്ലോ, മരിച്ചില്ലല്ലോ. കുറവുകൾ ഏറ്റുപറഞ്ഞ് ദാഹിച്ചാൽ ഇന്ന് രാത്രിയിൽ കർത്താവ് ആത്മാവിനെ തരുവാൻ ശക്തനാണ്, അഭിഷേകം തരുവാൻ ശക്തനാണ്. അക്കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. അഭിഷേകത്തിന്റെ ശക്തി ഒന്ന് വ്യാപരിക്കട്ടെ. അഭിഷേകത്തോട് ദൈവത്തെ ആരാധിക്കാം.